എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുകയാണ്. നാണുവട്ടെ. അദ്ദേഹം വടകരയാണ് താമസം. വടകര എവിടെയാണ്? തിരുവള്ളൂർ. അദ്ദേഹത്തിന് 62 വയസ്സായി. പിന്നെ ഇപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അദ്ദേഹം വരുന്ന സമയത്ത് തീരെ നടക്കാൻ പ്രയാസമുണ്ടായിരുന്നു. ഈ ഊരയുടെ ജോയിൻ്റ് ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിട്ട് വലത് കാലിന് ഒരു ഏന്തി നടക്കുന്ന രൂപത്തിൽ പ്രയാസമുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് ഒരു 2 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നിരുന്നു. അങ്ങനെ ഇടത് ഭാഗം മൊത്തം സ്ട്രോക്ക് വന്നിട്ട് തളർന്നു പോയതാണ്. പിന്നീട് അതൊക്കെ റെഡിയായി വന്നപ്പോഴാണ് ഈ മറ്റേ കാലിന് ഈ പ്രശ്നം വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളെ ചികിത്സാനുഭവങ്ങളൊക്കെ ഒന്ന് പറയാം. എനിക്ക് ഊരവേദനയായിട്ട് 2 വർഷം മുന്നേ സ്ട്രോക്ക് വന്നിരുന്നു. രണ്ട് സൈഡ് അങ്ങനെ മുഖമൊക്കെ ഓടിപ്പോയി തളർന്നുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ MMC കാണിച്ചത്. കോഴിക്കോട് മുടക്കല്ലൂര്. അപ്പോൾ അവിടെ നിന്ന് എന്നെ 6 മാസത്തെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് 6 മാസം റെസ്റ്റ് എടുത്ത്. അപ്പോൾ ഞാൻ നേരെ വീണ്ടും എനിക്ക് മിഷൻ കല്ല് കെട്ടാണ് പണി വീട്ടിൻ്റെ. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും പഠിക്കുകയും ഡോക്ടർ എല്ലാം നല്ല അഭിപ്രായം പറഞ്ഞത്. എന്നതിന് ശേഷം എനിക്ക് വലത് സൈഡിൽ കാലുവേദന വന്ന് ഊരവേദന. അപ്പോൾ ഒരു ഭാഗത്തോട്ട് ചരിഞ്ഞു പോയി. ഞാൻ നടക്കം ഭയങ്കര പ്രയാസമായി. തീരെ നടക്കുന്നില്ല. ബാക്കർ ഉപയോഗിച്ചാൽ പിന്നെ നടക്കല്. അങ്ങനെയാണ് ഞാൻ ഒരു സജീവൻ എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ പണിക്ക് വന്നതാണ്. മൂപ്പറാണ് എന്നെ പരിചയപ്പെടുത്തുന്നതും മൂപ്പർ എന്നെ വിളിച്ച് ഒരിക്കലെ ഏർപ്പാട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നതും. അപ്പോൾ എനിക്ക് നല്ലൊരു ഇതാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും നേരെ നടക്കാം. 12 ദിവസമായി തുടങ്ങിയിട്ട്. അതിലെൻ്റെ ഒരു കാല് നീളം കുറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ റെഡിയായി. ഇപ്പൊ എനിക്ക് നല്ലൊരു അഭിപ്രായമാണ്. ഇപ്പൊ നിങ്ങൾ ഒറ്റക്ക് ബസ് കയറി? ഇപ്പൊ ഞാൻ ഒറ്റക്ക് വേപ്പ് വരുന്ന ബസ് കയറി കളിയെടുത്ത് വന്ന് നടന്ന് വന്ന് ചെയ്ത് തിരിച്ചു പോകുന്ന റൂമിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു 2 ദിവസം കൊണ്ട് കഴിയുന്ന വീട്ടിൽ പറഞ്ഞ് 14 ദിവസം ഒഴിച്ചലാണ് കിഴി വെച്ച് വീഴുന്നതാണ്. ഈ സജീവേട്ടൻ എന്ന് പറയുന്ന ആളെ ഞാനൊരു 15 വർഷം മുമ്പാണ് ട്രീറ്റ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം നിങ്ങളെ വീട്ടിലെന്തോ കിണർ പണിക്ക് വന്നതാണ്. അയാളും ഇങ്ങനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അയാൾക്ക് മണിപ്പാലിൽ പോയി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. കാലിന്റെ കുഴ തെറ്റിപ്പോയിട്ട് എന്നോടും പറഞ്ഞത് 2 ലക്ഷം റുപ്യ വേണം, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ് ഓർത്തോന്റെ ഡോക്ടർ. അപ്പോൾ ഞാനത് ചെയ്യാതെ പറഞ്ഞ് ഞാൻ ചോദിച്ചു ഡോക്ടറോട്, എനിക്ക് 100% റെഡിയാവും. അതൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്ത് ഈ സജീവൻ എൻ്റെ വീട്ടിൽ പണിക്ക് വന്നപ്പോഴാണ് നടക്കുന്നത് കണ്ടപ്പോൾ മൂപ്പര് ചോദിച്ചു പ്രശ്നം ഇങ്ങനെ. അപ്പൊ എന്നോട് ഞാനിങ്ങനെ ചെയ്ത് പല സ്ഥലത്തും പോയി തിരിച്ചു വന്നതാണ്. രണ്ടാമത് എനിക്ക് ഈ ആളാണ് ശരിയായി തന്നത്. സജീവട്ട ആ ഒരു കൊല്ലം ഒറ്റ ഒഴിച്ചിൽ ഒഴിഞ്ഞുള്ളൂ. പിന്നെ ഇതുവരെ മൂപ്പർക്ക് ആ കംപ്ലൈന്റ് വന്നിട്ടില്ല. മുപ്പത് മിഷൻ കല്ലെടുക്കുന്നുണ്ട്, കിണറിൽ ഇറങ്ങുന്നുണ്ട്, കിണറിന്റെ പണിയെടുക്കുന്നുണ്ട്, കയറുമ്പോഴെല്ലാം ഒരു പ്രശ്നം മൂപ്പർക്കില്ല. ഞാൻ തന്നെ എന്റെ വീട്ടിൽ നിന്ന് കണ്ടതാണ്. അങ്ങനെയാണ് മൂപ്പർ. ഞാനൊക്കെ ഒരു സന്തോഷമായിട്ട് ഞാൻ ഒരിക്കലായിട്ട് അവൻ തന്നെ അവന്റെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് വന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ 12 ദിവസമായി. അപ്പൊ അങ്ങനെ ഹാപ്പിയാണ്. ഇപ്പൊ ഹാപ്പിയാണ്. എനിക്ക് നല്ല ശരിയായി പോകുന്നുള്ള വിശ്വാസം വന്ന്. അപ്പൊ നമ്മള് ഡോക്ടർമാരെ കാണിച്ച സമയത്തൊക്കെ അവരെന്തായിരുന്നു പറഞ്ഞേ? അവര് പറഞ്ഞത് ഡോക്ടർമാരെ പേര് പറയണ്ട. ഡോക്ടർമാരെ എത്ര ആളെ കാണിച്ചു? ഞാൻ പിന്നെ ഓർത്തോന്റെ ഡോക്ടറെ തന്നെ ഒരു 3-4 ആളെ കാണിച്ചു. ന്യൂറോളജിന്റെ കാണിച്ച്. ന്യൂറോളജിന്റെ ഡോക്ടർ എന്നോട് മെയിൻ ഡോക്ടർ എന്റെ സ്ട്രോക്കിന്റെ അയാളിന് അത് റെഡിയാവിടോ എന്നാണ് പറഞ്ഞത്. അയാൾക്ക് നല്ല അഭിപ്രായം. അയാൾ പറഞ്ഞു പിന്നെ ഞാൻ ചികിത്സ ഫസ്റ്റിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ സ്ട്രോക്കിന്റെ പൂർണ്ണമായി റെഡിയായി. അപ്പൊ ഇതും എനിക്ക് റെഡിയാവും കൊണ്ടിരിക്കുവാണ്. റെഡിയാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ സ്ട്രോക്ക് വന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ലേ? പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തി. അവരെ ഇഞ്ചക്ഷനും ചെയ്തു. ഇഞ്ചക്ഷൻ ചെയ്തൊന്നും അറിയില്ല. 5 ദിവസം അവിടെ അഡ്മിറ്റ് ആക്കി ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടിയത്. മറ്റിങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും റെഡിയായില്ല. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. പിന്നെ നിങ്ങൾ ജോലിക്ക് പോയി വീണ്ടും ആ കൽപ്പണി അതിന് തന്നെ പോയി. ആ പണിക്ക് തന്നെ പോയി. ഞാൻ വീണ്ടും പിന്നെ
2 വർഷത്തിനോളം ഞാൻ ജോലി ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് പിന്നെ ബുദ്ധിമുട്ട്. പിന്നെയാണ് വലത്തെ ഭാഗത്ത് ഊരക്ക് വേദന വന്ന്. അപ്പൊ ഇങ്ങനെ നട്ടല് ഇങ്ങനെ കുറച്ച് വളഞ്ഞ് ഇത് ഡോക്ടറും പറഞ്ഞിങ്ങനെ തയമാനാന്നാ പറഞ്ഞത്. അപ്പോഴാണ് ഓപ്പറേഷൻ വേണം. അപ്പൊ പിന്നെ ഞാൻ അതിന് മയങ്ങിയില്ല. അതെ, പെട്ടെന്ന് അങ്ങനെയാണ് അവിടെയാണ് ഞാൻ ഇവിടെ കുരുക്കളെത്തുന്നു. ഞാൻ വെച്ചാല് സന്തോഷവനായിരുന്നു. അതെ, നമ്മള് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് നമ്മൾ സന്തോഷവനായി നിൽക്കുക. അതെ, അതിനും എനിക്ക് പൂർണ്ണമായും കഴിയുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ട്. ഓക്കെ. നിങ്ങളെ നാട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് ആളുകളെ ചികിത്സിച്ചു. എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പിന്നെ റൂമിൽ നിന്നപ്പോ തന്നെ ഒരുപാട് ആൾ ഞാൻ എന്നെ ചികിത്സിച്ചാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല വിശ്വാസം കൈമത്ത് ഉഷാറാവും, ഒന്നും പേടിക്കണ്ട. വൈദ്യ കിട്ടുപോയത് 1-2 പേര് പറയാൻ പറ്റുമോ? എനിക്ക് ഒന്ന് സജീവൻ, പിന്നെ ഒന്ന് ഒരു ഗോപാല മാഷ്, അയാൾ 2 വയസ്സ് മുമ്പ്. പിന്നെ വേറെ ഒരു ഗോപാല മാഷിക്ക് എത്ര പ്രായമുണ്ട്? മാഷ് ഇപ്പം റിട്ടയർഡായി, പെൻഷനായി. 65 വയസ്സിന്റെ മേലെ. നല്ല. പിന്നെ ഒരു ഉഷേച്ചി അവരിപ്പം വീണ്ടും ഊരവേദന ഇങ്ങനെ കിടന്നതാ. ഡോക്ടറെ കാണിച്ചിട്ട് തീരെ ഒന്നും എടുക്കുന്നു. അയാളിപ്പോ തലേനെടുത്ത് കല്ലൊക്കെ വീണ്ടും പണിയെടുക്കുന്നുണ്ട്. ഞാൻ കണ്ടതാണ്. അയാളെ മകനോട് പറഞ്ഞു. പിന്നെയുണ്ട് ആളുകളുണ്ട്, പിന്നെ കുറെ ആളുണ്ട്. രാജുണ്ട്, ഒരു രാജേട്ടനുണ്ട്, മരം മുറിക്കാൻ. പിന്നെ നമ്മളെ അജീന്റെ അച്ഛനുണ്ട്. സജീവനെയെല്ലാം ഞാൻ ശരിക്കും എന്റെ വീട്ടിൽ വന്നിട്ട് കണ്ടതാ. അവൻ വീട്ടിൽ കിണറ്റിലിറങ്ങുന്നു, പണിയെടുക്കുന്നു, കല്ലെടുത്തോന്ന്. ഒരു കുഴപ്പമില്ല. ഒരു പ്രാവശ്യമാണോ കഴിഞ്ഞിട്ടുള്ളൂ. ഒറ്റ വർഷം അന്ന് കൂരാച്ചുണ്ടിൽ വന്നിട്ട്. കൂരാച്ചുണ്ടിലായിരുന്നു കുരിക്കാവുന്ന. ഞാൻ അവിടെ ഇരുന്നു ആ സമയത്ത് ചെയ്തത്. ഓക്കെ, എന്തായാലും സന്തോഷം. ഇപ്പൊ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കേട്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചികിത്സിച്ച ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല, 2 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ നടക്കാനൊക്കെ പ്രയാസമൊന്നുമില്ല ഇപ്പോൾ. ഓക്കെ, നമസ്കാരം.